നമ്മളിപ്പോൾ ആ ക്ലാസ് മുറിയിലാണ് ഉള്ളത്. ആ ക്ലാസ് മുറിയിൽ ആ കുട്ടിയുടെ ആ ബാഗാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഈ ബാഗുകളിലൊക്കെ അത്യന്തം സങ്കടകരമായ കാര്യം, വളരെ മനോഹരമായ ചിത്രങ്ങളൊക്കെ തന്നെ വരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഈ പുസ്തകങ്ങൾ ഈ മുറിയിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടികൾ തമ്മിൽ കളിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് ബെഞ്ചുകളിലായിരുന്ന കുട്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ കളിക്കുകയും ഇതിനുശേഷം ഈ ബെഞ്ചിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ചെരുപ്പ് ഈ ക്ലാസ് മുറിയുടെ പുറത്തേക്ക് എടുത്ത് എറിയുകയും ചെയ്തത്. ഇതെടുക്കാനായിട്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടി ഈ ഡെസ്കിൽ നിന്നും കയറി നമുക്ക് കാണാം, നമ്മൾ പുതിയതായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുകയാണ്, ഇതിന് മുകളിലേക്ക് കടക്കുന്നത്. ഇതിനിടയിൽ ആ ചെരുപ്പ് എടുക്കുന്നതിനിടയിൽ വെച്ചാണ് കാല് സ്ലിപ്പായി ആ കാണുന്ന വൈദ്യുത ലൈനിൽ പിടിച്ച് കുട്ടി മരണപ്പെടുകയും ചെയ്തത്. എന്തായാലും നേരത്തെ ലക്ഷ്മി പത്മ ചോദിച്ചതുപോലെ 4 ഇടങ്ങളിൽ നിന്നുള്ള 4 പഞ്ചായത്തുകളിൽ നിന്നുള്ള SMC കമ്മിറ്റി അംഗങ്ങൾ ഈ സ്കൂളിലുണ്ട്. പക്ഷേ SMC കമ്മിറ്റിയിലും ഇത്തരത്തിൽ ഈ ഷെഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ, ഈ വൈദ്യുതി കമ്പി ഇത്തരത്തിൽ സ്കൂളിൽ കടന്നുപോയ ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ വൈദ്യുതി കമ്പി ഇതുവഴി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് പരാതി നൽകണമെന്ന് SMC കമ്മിറ്റിയിൽ ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ SMC കമ്മിറ്റിയിൽ അന്നൊന്നും തന്നെ ഇത്തരത്തിലൊരു പരാതി അവർ നൽകാനും തയ്യാറായിട്ടില്ലെന്ന് ചില SMC കമ്മിറ്റി അംഗങ്ങളുടെ സൗണ്ട് ബൈറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകാം. ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ഇവിടെ എത്തി ഈ ക്ലാസ് മുറികൾ ഇപ്പോൾ സീൽ ചെയ്യുന്ന ഒരു നടപടിക്രമം നടത്തി വരികയാണ്. ക്ലാസ് മുറി പൂർണ്ണമായും ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിരിക്കുന്നു.